ഡോക്ടറെ, ഈ 50 കഴിഞ്ഞ ആളുകൾ മിക്ക ആളുകളും ബി.പിക്ക് മരുന്ന് കഴിക്കുന്നവരാണ്. 50 വയസ്സ് കഴിഞ്ഞ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ എന്ത് മാറ്റമാണ് ശരീരത്തിൽ വരുന്നത്? ഇങ്ങനെ ബ്ലഡ് പ്രഷർ കൂടാൻ ഈ ബി.പി കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലഡ് വെസൽസിൽ, ഈ ആർട്ടറീസിൽ പ്രത്യേകിച്ചും, അതായത് നമ്മുടെ രക്തക്കുഴലുകളിലെ ഇലാസ്റ്റികത അത് കുറയുന്നത് കൊണ്ടാണ് ഈ ബി.പി വർദ്ധിക്കാനുള്ള കാരണം. അത് ആ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ മോളിക്യൂൾ എന്തെന്ന് വെച്ചാൽ അത് മാറിയിട്ട് അത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതൊരു കട്ടിയുള്ള കൊളാജനായിട്ട് മാറുന്നു. പലപ്പോഴും നമ്മൾ സാധാരണ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, പഴയ റബ്ബർ ബാൻഡ്, പുതിയ റബ്ബർ ബാൻഡ് നല്ല ഇലാസ്റ്റികത ഉണ്ടാവുമല്ലോ. കുറേ കാലം റബ്ബർ ബാൻഡ് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാൽ റബ്ബർ എടുത്തുമ്പോൾ ഒരു കട്ടിപ്പൂ വലിച്ചാൽ വയ്യാത്ത പോലെ തോന്നുമല്ലോ, പെട്ടെന്ന് പൊട്ടി പോവുകയും ചെയ്യും. ആ ഒരു ഉറപ്പ് കാരണം, ഇലാസ്റ്റികത കുറയുന്നത് കാരണം. ഇത് തന്നെയാണ് സത്യത്തിൽ രക്തക്കുഴലുകൾ സംഭവിക്കുന്നത്. മറ്റൊരു കാരണം, അവിടെയുള്ള ഈ പ്രോട്ടീൻ മോളിക്യൂളിൻ്റെ ഇടയിൽ ഷുഗർ കയറി വരും. ഷുഗർ കയറി വരുമ്പോൾ അവിടെയുള്ള ഈ എല്ലാ പ്രോട്ടീൻ ബാൻഡ്സിൻ്റെ ഇടയിൽ ക്രോസ് ലിങ്ക്ഡ് ആയിട്ട് പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് തൊട്ടടുത്ത് ഷുഗർ കയറി നിൽക്കും. അപ്പോൾ അത് സംഭവിക്കുക, ഷുഗർ പ്രത്യേകിച്ച് ഒരു ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലാണല്ലോ ഷുഗറിൻ്റെ രീതി. അപ്പോൾ ഷുഗറിൻ്റെ ഗ്ലൂയിങ് നേച്ചറാണ്. പലപ്പോഴും ഈ പറയുന്ന ഗ്ലൂയിങ് നേച്ചർ വരുന്നതോടുകൂടി നേരത്തെ തന്നെ ഇലാസ്റ്റികത ഈ ഗ്ലൂയിങ് നേച്ചറിൻ്റെ ഈ ഷുഗർ കാരണം അതിനെ കട്ടിപ്പ് വന്ന് അതൊരു സ്റ്റിഫായിട്ടുള്ള ഒരു ആർട്ടറി ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ രക്തക്കുഴലിടയിൽ താഴെ ഏറ്റവും ഉൾഭാഗത്തെ ഭിത്തിയിൽ ഉള്ള സെല്ലുകൾക്ക് ലൈനിങ്ങിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഡാമേജസ് വരും. അപ്പോൾ അവിടെ ഈ ഡാമേജസ് വരുമ്പം അത് ആ ഇഞ്ചുറി ആയിട്ട് കണക്കാക്കുന്നു ബോഡി. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ കൂടുതലായിട്ട് കൊളസ്ട്രോളും അതേപോലെ കൂടുതലായിട്ട് വൈറ്റ് ബ്ലഡ് സെൽ, വെള്ള രക്താണുക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പോൾ അങ്ങനെ അവിടെ ഒരു പ്ലേക്ക് മാറി ഫോം ചെയ്യും. അവിടെ അങ്ങനെ ഒരു കട്ടിപ്പ് പോലെ സാധാരണ മുറിവായി കഴിഞ്ഞാൽ അവിടേക്ക് എങ്ങനെയാണോ പ്ലേറ്റ്ലെറ്റും ഒക്കെ ഒന്ന് അഗ്രിയിട്ട് അവിടെ അങ്ങനെ പൊറ്റ പോലെ രൂപീകരിച്ച് വരുമല്ലോ, അതേപോലെ തന്നെയാണ് ഉൾഭാഗത്തും അതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ കൊളസ്ട്രോളോ കൂടെ തന്നെ അവിടെ വെള്ള രക്താണുകളൊക്കെ ചേർന്നിട്ടാണ് ഒരു പ്ലേക്ക് ഫോം ചെയ്യുന്നത്. അങ്ങനെ അതാണ് ശരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്. എന്തിനെ? ആ ആർട്ടറീസിൽ ബ്ലോക്ക് വരേണ്ട കാരണം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു സൈലന്റ് പ്രശ്നക്കാരനായിട്ട് അവതരിപ്പിക്കാറുള്ളത്. ഇതിലുണ്ടാകുന്ന മാറ്റം ഒന്നും എന്ത് ചെയ്യില്ല, ബോഡി അറിയുന്നില്ല. പിന്നെ എപ്പോഴാണോ ബ്ലഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത്, എപ്പോഴാണോ അത് ഹൃദയത്തിൻ്റെ രക്തക്കുഴൽ ഡാമേജ് ആയി പോകുമ്പോഴാണ്, ആ മസിലിലേക്ക് ബ്ലഡ് എത്തുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അതുവരെ എന്ത് ചെയ്യില്ല, ബോഡി അറിയുന്നില്ല. കാരണം അവിടേക്കുള്ള നരമ്പിൻ്റെ നെർവ് എൻഡിക്സ് ഒന്നും അവിടേക്ക് സപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പെയിൻ അറിയുന്നില്ല, ഒന്നും അറിയാത്തൊരവസ്ഥ വരുന്നു. ഇതാണ് സത്യത്തിൽ ഈ ഹൈപ്പർ ടെൻഷൻ ഒരു സൈലന്റ് പ്രശ്നക്കാരനായിട്ടാണ് ഈ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ കാണാറുള്ളത്.